ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൽ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ റിസ്ക്കും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ആദ്യം തന്നെ നമുക്കിതിൻ്റെ അസംഷൻസ് മനസ്സിലാക്കാം. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈസ് എഫിഷ്യൻറ്റ്, ഷോർട്ടേജ് ഒന്നും ഇല്ലാത്ത എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും. അടുത്തത് ദർ ഈസ് നോ ടാക്സ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ടാക്സ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇവ രണ്ടുമില്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തത് അറ്റ് ഓൾ ടൈം മാർക്കറ്റ് ഹാസ് എ റിസ്ക് ഫ്രീ റിട്ടേൺ ബെഞ്ച് മാർക്ക്. എപ്പോഴും ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു റിട്ടേൺ ബെഞ്ച് മാർക്ക് മാർക്കറ്റിന് എപ്പോഴും ഉണ്ടായിരിക്കും. അടുത്തത് റിസ്ക് ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അടിസ്ഥാനത്തിലാണ് റിസ്ക് മെഷർ ചെയ്യുന്നത്. ഇക്വേഷൻസ് ഞാൻ പറയാം. അടുത്തത് ഇൻവെസ്റ്റർ ഡിസയർ ഈസ് മാക്സിമം റിട്ടേൺ അറ്റ് മിനിമൽ റിസ്ക്. അത് എപ്പോഴും റാഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതായത് റിസ്ക് ഏറ്റവും കുറവുമായിരിക്കണം, എന്നാൽ മാക്സിമം റിട്ടേൺ കിട്ടുകയും വേണം. ഇനി നമുക്ക് ഈ മോഡൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ദിസ് മോഡൽ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ സ്റ്റോക്ക്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണുമാണ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ കാണിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം എ സെക്യൂരിറ്റി. അതായത് നമുക്ക് ഒരു സെക്യൂരിറ്റിയിൽ നിന്ന് എത്ര റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് ഇത് കാണിക്കുന്നുണ്ട്. അടുത്തത് ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദാറ്റ് the expected return of a security equals the rate on risk-free securities plus a risk premium. അതായത് ഇതിലൊരു ഇക്വേഷനാണ് ഞാൻ ഈ സെൻറ്റൻസ് ആയിട്ട് എടുത്തെഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. അതായത് നമ്മുടെ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈക്വൽ ടു രണ്ട് കാര്യങ്ങൾ കൂട്ടുന്നത്. അതായത് കൂട്ടുന്നതാണ് ദ റേറ്റ് ഓൺ എ റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയും പ്ലസ് എ റിസ്ക് പ്രീമിയം. ഇതിപ്പോൾ നമ്മൾ കൂട്ടുമ്പോഴാണ് നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഈ റിസ്ക് ഫ്രീ സെക്യൂരിറ്റി എന്നുള്ളത്? അതായത് നമ്മൾ ഗവൺമെൻറ് ഫണ്ട്സ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അതൊക്കെയുള്ള സുരക്ഷിതമായിട്ടുള്ള ആ ഡെപ്പോസിറ്റുകൾക്കാണ് റിസ്ക് ഫ്രീ സെക്യൂരിറ്റികളുടെ നിക്ഷേപങ്ങളെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് ഇക്വേഷനായിട്ട് കാണിച്ചിരിക്കുകയാണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ സെക്യൂരിറ്റി പ്ലസ് റിസ്ക് പ്രീമിയം. നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഇക്വേഷനായിട്ട് കാണിച്ചിരിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് റിസ്ക് പ്രീമിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത റിസ്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു, അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി മൈനസ് റിസ്ക് ഫ്രീ സെക്യൂരിറ്റി. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിസ്ക് പ്രീമിയം കിട്ടുന്നു. ഇനി നമുക്ക് ഈ മോഡലിലെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ പരിചയപ്പെടാം. അതായത് ആർ എ ഈസ് ഈക്വൽ ടു ആർ എഫ് പ്ലസ് ബീറ്റ എ ഇൻറ്റു ആർ എം മൈനസ് ആർ എഫ് എന്നാണ്. അതായത് ഇതിൽ ഓരോന്നും പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളാണിത്. ഇതിൽ ആർ എന്താണ് നമുക്ക് കിട്ടേണ്ട സാധനം? എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ എ സെക്യൂരിറ്റി. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം അത് ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് കിട്ടുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്ന ആർ എഫ് എന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ റേറ്റ് ആണ് അത് കാണിച്ചിരിക്കുന്നത്. റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ഇതിലെ ബീറ്റ സൂചിപ്പിക്കുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക. പിന്നെ ബീറ്റ എ എന്ന് പറയുമ്പോഴത്തേക്ക് ദ ബീറ്റ ഓഫ് എ സെക്യൂരിറ്റി, അതായത് സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി എന്ന് വായിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇൻറ്റു ആർ എം എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ മാർക്കറ്റാണ്, മാർക്കറ്റിൽ കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, മൈനസ് ആർ എഫ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റിസ്ക് ഫ്രീ റേറ്റ്. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ എ സെക്യൂരിറ്റി കിട്ടുന്നത്. ഇതിൽ നമ്മൾ ആ അവസാനം ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന ആർ എം മൈനസ് ആർ എഫിന് പ്രത്യേകമായിട്ടൊരു ടേം ഉണ്ട്. അത് ഇക്വിറ്റി മാർക്കറ്റ് പ്രീമിയം, അതായത് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ മോഡലിലെ ലിമിറ്റേഷൻസ് നോക്കാം. പ്രധാനമായിട്ടും 3 ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഹാർഡ് ടു എസ്റ്റിമേറ്റ് റിസ്ക് ഫ്രീ റിട്ടേൺ അണ്ടർ ഡിഫറൻറ്റ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. അതായത് ഈ എക്കണോമിക് എൻവയോൺമെൻറ്റ്, അതായത് സാമ്പത്തിക സാഹചര്യങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റിസ്ക് ഫ്രീ റിട്ടേൺ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തത് സിംഗിൾ പീരീഡ് മോഡൽ നോട്ട് ഫോർ മോർ ദാൻ 1 ഇയർ. സിംഗിൾ പീരീഡ് മോഡാണ്, ഒരു വർഷത്തിൽ കൂടുതൽ ഇതിന് മെഷർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അടുത്തത് ഇമോഷണൽ ബയാസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് കൺസിഡേർഡ്. അതായത് ഇൻവെസ്റ്ററുടെ ഇമോഷണൽ ആയിട്ടുള്ള ബയാസ് ഇതിൽ എടുക്കുന്നില്ല, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ എടുക്കുന്നില്ല. അതായത് ഇൻവെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള റിസ്ക് വന്നാൽ അതിന് എന്ത് സംഭവിക്കാം, ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ വരുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.